ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മുടെ കയ്യിലൊരു 11 ആണ്. ഇതിൻ്റെ കംപ്ലയിൻറ്റ് എന്ന് വെച്ചാൽ ഡിസ്പ്ലേ പോയിട്ടുണ്ട്, അതേപോലെ ബാക്കിലെ ഗ്ലാസ് പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ഫുള്ളായിട്ട് റീപ്ലേസ് ചെയ്യാം. കസ്റ്റമർ തന്നത് അപ്പോൾ നമ്മൾ ഗ്ലാസ് പൊട്ടിക്കണം. അപ്പോൾ നമ്മൾ ലേസറിൻ്റെ മെഷീനൊന്നും ഇല്ലാതെയാണ് നമ്മളിത് ഗ്ലാസ് ഒഴിവാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് നല്ല സ്റ്റാൻഡിൽ വെച്ചിട്ട് ഡിസ്പ്ലേ കഴിച്ച് മാറ്റി ബാറ്ററിയൊക്കെ റിമൂവ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ബാറ്ററി റിമൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ലിക്വിഡ് ഉപയോഗിച്ചിട്ട് പെട്ടെന്ന് ഗമ്മ് റിമൂവ് ആകാനാണ് ലിക്വിഡ് യൂസ് ചെയ്യുന്നത്. ഗമ്മ് റിമൂവ് ആക്കിയിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഗ്ലാസ്സൊക്കെ പൊക്കുന്ന ഇതിൽ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അത് പെട്ടെന്നായിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഹീറ്റ് ചെയ്തിട്ട് ഒരു 250 ബ്ലോവറിൽ ഹീറ്റ് കൊടുത്തിട്ട് ജസ്റ്റ് ആയിട്ട് കുടിക്കെടുത്താൽ മതി. അധികം ഓവറിൽ കൊടുക്കരുത്. കൊടുത്തു കഴിഞ്ഞാലും പ്രശ്നമാണ്, ബോർഡിനൊക്കെ പ്രശ്നം വരും. നമ്മൾ ബോർഡ് റിമൂവ് ചെയ്തിട്ടില്ല, നമ്മൾ ജസ്റ്റ് ഒന്ന് ബാറ്ററി ആൻഡ് ക്യാമറ മാത്രം റിമൂവ് ചെയ്തിട്ടുള്ളൂ. ബാക്കി എല്ലാം അതിൽ തന്നെ ഉണ്ട്. അപ്പോൾ നല്ല നോക്കിയിട്ട് മാത്രം ചെയ്യുകയാണ് നല്ലത്. അപ്പോൾ നമുക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്ത് ഏകദേശം പകുതി ആയിട്ടുണ്ട്. നമുക്ക് ഓരോന്നോരോന്നായിട്ട് ചെറിയ ഹീറ്റ് കൊടുത്തിട്ട് മാത്രം റിമൂവ് ചെയ്യാം. കുറച്ച് ഹീറ്റ് കൊടുക്കുക, പിന്നെ നമുക്ക് ബ്ലോവർ എപ്പോഴും അതിനിങ്ങനെ വെച്ച് നിൽക്കിട്ട് ജസ്റ്റ് ബാക്കോട്ട് വെച്ചതിന് ശേഷം വീണ്ടും ഇങ്ങനെ പിടിച്ചെടുക്കുക. അപ്പോൾ വയർലെസ്സിൻ്റെ ചാർജറൊക്കെ ഉണ്ട് അവിടെ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നല്ല ശ്രദ്ധിക്കണം. വയർലെസ്സിൻ്റെ ഇതൊക്കെ നമുക്ക് ഫ്ലക്സിനൊക്കെ നമ്മൾ കത്തി കുടുങ്ങി കഴിഞ്ഞാൽ പിന്നെ റീസ്റ്റാർട്ട് ഇഷ്യൂ കാര്യങ്ങളൊക്കെ കൊടുക്കും. അപ്പോൾ നല്ല ശ്രദ്ധിച്ചിട്ട് മാത്രം റിമൂവ് ചെയ്യാണ്.
പിന്നെ ഇതിൻ്റെ ക്ലീനിങ് കാര്യങ്ങൾ പെർഫെക്റ്റ് ആയിരിക്കണം. സൈഡ് ഭാഗങ്ങളൊക്കെ കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് ക്ലീൻ ചെയ്താൽ മാത്രമേ ഗ്ലാസ് കറക്റ്റ് ഇരിക്കുള്ളൂ. ക്ലീനിങ് പെർഫെക്റ്റ് ആക്കിയിട്ട് അതിൻ്റെ ഗമ്മും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്തെടുത്ത് ഒഴിവാക്കുക. അങ്ങനെ ഗൈസ് നമ്മൾ ഏകദേശം വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഗ്ലാസിൻ്റെ ഭാഗങ്ങൾ സൈഡ് ഭാഗങ്ങൾ ക്ലീൻ ചെയ്തിട്ട് നമുക്ക് ഗ്ലാസ് ഇതിലേക്ക് ഫിക്സ് ആക്കാം. പിന്നെ ഇതിൻ്റെ ഡിസ്പ്ലേയും ചെയ്യാനുണ്ട്. ഡിസ്പ്ലേ ഓൾറെഡി ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും നമുക്കിതിലേക്ക് ഫിക്സ് ആക്കി കൊടുക്കാവുന്നതാണ്.
ചെക്ക് ചെയ്ത് ഫുള്ള് ഓക്കെയാണ്. അപ്പോൾ നമ്മൾ ഫിറ്റ് ചെയ്യാണ്. കുറച്ച് ഭാഗങ്ങൾ ഫിറ്റ് ചെയ്യുന്ന ഭാഗങ്ങൾ നമ്മൾ വീഡിയോയിൽ ജസ്റ്റ് റെക്കോർഡാകാത്ത പ്രശ്നം വന്നുകൊണ്ട് നമുക്ക് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അത് ഫിറ്റ് ആക്കിയിട്ടുണ്ട്. എല്ലാം ക്ലിയർ ആക്കിയിട്ട് നമ്മുടെ ഫോൺ അവസാനം പെർഫെക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഫോട്ടോസ് കാര്യങ്ങളാണ് ലാസ്റ്റ് ഉള്ളത്. നമുക്ക് അത് കാണാൻ പറ്റും. ഡിസേബിൾ ആയതുകൊണ്ട് കുഴപ്പവും കാര്യങ്ങളൊന്നുമില്ല. ഓൾറെഡി ഡിസേബിൾ ആണ്. ടച്ച് ഓട്ടോമാറ്റിക് ഇങ്ങനെ വർക്ക് ചെയ്തിട്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഡിസ്പ്ലേയും ബാക്ക് ഗ്ലാസും ഫിറ്റ് ആക്കിയിട്ട് നമുക്ക് കസ്റ്റമർക്ക് കൊടുക്കാം.